ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നേക്കുന്ന ഒരു ഹോം തിയേറ്റർ അപ്ഡേഷൻ പരിപാടിയിലേക്കാണ്. അതിനായിട്ടാണ്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ട ഫിലിപ്സിന്റെ ഒരു പഴയ ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് പെൻഡ്രൈവ് കുത്താനുള്ളതും ബോക്സും ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ, ബ്ലൂടൂത്ത് ഇല്ല. അപ്പം നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിനകത്ത് സിമ്പിളായിട്ട് ബ്ലൂടൂത്ത് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇത് ഈ ഒരു സാധനം ഉപയോഗിച്ചാണ് നമ്മളത് ബ്ലൂടൂത്ത് ആക്കാൻ വേണ്ടി പോണത്. അപ്പം നമുക്കിതിനി അയച്ചു പണി നടത്താം. അപ്പം അതിന് വേണ്ടത് ഡ്രില്ലില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ, സോൾഡറിങ്, വയറ്, സ്ട്രിപ്പർ ഇല്ലെങ്കിൽ കത്രിക. ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇത് ഫിലിപ്സിൻ്റെ മാത്രമല്ല, ഏത് ടൈപ്പ് ആണെങ്കിലും ചെയ്തെടുക്കും. അതെ, ആണ് മോഡിയോളും. അപ്പം ഇതിൻ്റെ ഉണ്ട് ലെഫ്റ്റ് ഗ്രൗണ്ട്, റൈറ്റ്, ഇതാണ് നമ്മുടെ ഓഡിയോ സെക്ഷൻ. അതിൽ 5 വോൾട്ട് ഗ്രൗണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ. ഇപ്പം നമ്മൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം തിയേറ്ററിൽ ലൈൻ കണ്ടുപിടിക്കുക എന്നതാണ്. അത് സിമ്പിളാണ്. ഈ ഓക്സ് എന്നും പറഞ്ഞൊരു പോർട്ട് ഉണ്ടാവും. അതിപ്പോൾ 5.1 ആയാലും ശരി, 2.1 ആയാലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ ലൈൻ അതിന് തൊട്ട് പറ്റിയത് ഇതേപോലെ ഉണ്ടാവും, 3 ലെഗായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു IC ഉണ്ടാവും. ഈ IC 2 ടൈപ്പ് ഉണ്ട്. ഇത് SMD ടൈപ്പ് എന്ന് പറയും. ഇത് തന്നെ നോർമൽ ടൈപ്പും ഉണ്ട്. ഇതേ 5 വോൾട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 1, 2, 3 ഇതാണ് ഇതിൻ്റെ ലൈൻ. ഈ 3 ലൈനിൽ ഇത് ഇൻപുട്ട്. ഇത് 12 വോൾട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇത് അതിൻ്റെ മൈനസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയും. ഇതാണ് 5 വോൾട്ട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് ലൈൻ വലിക്കുന്നത്. അതായത് ഇത് പ്ലസ്, ഇത് മൈനസ്. നമുക്കിത് വേണ്ട. ഈ വയർ റിബൺ വയർ എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രിപ്പ് വയർ എന്ന് പറയും. ഈ വയറൊന്ന് എടുത്തിട്ട് നമ്മളൊരു 5 വയർ എടുക്കുക. ഉണ്ടോ, 1, 2, 3, 4, 5 കളർ വയർ എടുക്കുക, കെട്ടിയെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനിയാണ് ലൈൻ കൊടുക്കുന്നത്. ഇപ്പം എന്തെങ്കിലും സംശയം, ഇപ്പോൾ വോൾട്ടേജിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. നമുക്ക് നമ്മളെ ഹോം തിയേറ്ററിലൊന്ന് ലൈൻ കൊടുക്കാം. ഹോം തിയേറ്റർ ഇപ്പോൾ ഓണായിട്ടുണ്ട്. പിന്നെ പവർ ഓൺ ചെയ്ത് കൊടുക്കുക. ബോക്സ് ആയിട്ടുണ്ട്. നമ്മുടെ റെഗുലേറ്ററിൻ്റെ ഈ മൾട്ടിമീറ്ററിൻ്റെ ഈ ബ്ലാക്ക് പ്രോബ്, മൾട്ടിമീറ്റർ ആദ്യം 20 ഇടുക, വോൾട്ടേജ് DC 20 ഇടുക. എന്നിട്ട് ഈ ബ്ലാക്ക് പ്രോബ് എടുത്തിട്ട് തരുന്നുണ്ടോ സംശയമല്ലോ. ബ്ലാക്ക് പ്രോബ് ദേ ഈ വലിയൊരു ഇതിലും വെക്കുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ മൾട്ടിമീറ്ററിൽ കണ്ട 5 വോൾട്ട് ആണ് ഇത്. അപ്പം ഇതിൽ രണ്ടിലുമാണ് നമ്മൾ ഇതിൻ്റെ സപ്ലൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിൽ 17, 12 അങ്ങനെ പല വോൾട്ടും വരും. ഈ സൈഡിൽ നോക്കിയാൽ മതി 5 വോൾട്ട്. 5 വോൾട്ടാണ് നമുക്ക് ഈ മോഡ്യൂൾ വർക്ക് ചെയ്യാൻ ആവശ്യം. അപ്പോൾ നമുക്ക് വേറെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നമ്മളപ്പോൾ ഈ സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ട ഒരു ഓർഡറിൽ അങ്ങോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി കാണാനായിട്ട് ഇവിടെ വെക്കുക. ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. നമ്മൾ പോസിറ്റീവ് ഇവിടെ കൊടുത്തേക്കുന്നത് വേണ്ട. സപ്ലൈ കൊടുത്തേക്കുന്നത് ബ്രൗണും ബ്ലാക്കുമാണ്. അതായത് ബ്രൗൺ 5 വോൾട്ടും ഗ്രൗണ്ട് ബ്ലാക്കും. അപ്പോൾ നമുക്കത് ഇതേപോലെ അതേപോലെ തന്നെ കൊടുക്കാം. ആണ് നമ്മൾ ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ പോകുന്നത്.
അത് 5 വോൾട്ട്. അടുത്ത് നോക്കിയാൽ മതി. ബ്രൗൺ 5 വോൾട്ട്. അതിലെ റെഗുലേറ്റർ ICയുടെ റൈറ്റ് ലെഗിൽ, ബ്ലാക്ക് നടുക്കത്തെ ലൈനിൽ, അത് ഗ്രൗണ്ട്. പിന്നെ അടുത്തത് നമുക്ക് വയർ തന്നെ വലിച്ചെടുത്തിട്ട് ഓഡിയോ കൊടുക്കാം. ഇതിൽ ഗ്രൗണ്ട് സെൻറ്ററിലാണ് വന്നത്, ഈ 3 സെൻറ്ററിലാണ്, അതായത് ഓറഞ്ച് വയർ. അത് നമുക്ക് ഇത് കണ്ടോ, ഈ ഓക്സിജനിൻ്റെ പോർട്ടിന് തൊട്ട് പറ്റിയ തന്നെ ഈ 3 ലെഗാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. അതിൽ ഇത് കാണുന്നതാണ് ഗ്രൗണ്ട്. അല്ല, ഇതാണ് ഗ്രൗണ്ട്. ഈ സെൻറ്റർ വയറെടുത്തിട്ട് ഗ്രൗണ്ടിൽ കൊടുക്കണം. ബാക്കി ലെഫ്റ്റും റൈറ്റും വയറാണ്. അത് നമുക്ക് ബാക്കിയുള്ള 2 കമ്പിയിലും കൊടുക്കാം, അഥവാ ലൈനിൽ കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കണ്ടോ, സപ്ലൈ 5 വോൾട്ട് ബ്രൗൺ, ഇത് ഗ്രൗണ്ട്. അത് നമ്മുടെ റെഗുലേറ്ററിൻ്റെ ബ്ലാക്കും ബ്രൗൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 3 വയറാണ്. അതിൽ ഗ്രൗണ്ട് മാത്രം കറക്റ്റ് ഈ ലെഗിൽ കൊടുത്താൽ മതി. ഗ്രൗണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കൂടുതലും ഗ്രൗണ്ട് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുള്ളൂ. ബാക്കി 2 ലൈൻ തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ലെഫ്റ്റും റൈറ്റും മാറുമെന്നേ ഉള്ളൂ, പക്ഷേ സൗണ്ട് വരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇത്രയുള്ള പരിപാടി. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഓണാക്കിയിട്ടുണ്ട്, സോഴ്സ് നോക്കി. അപ്പോൾ നമ്മൾ ഇത് ഓക്സാണ്, AU. നിങ്ങൾ വേറെ എന്ത് ഡിവൈസ് ആണെങ്കിലും ഓക്സ് മോഡിലോട്ട് ഇടുക, എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക ബ്ലൂടൂത്ത്. ന്യൂ സെർച്ച് എടുക്കുക. അതെ, നമ്മുടെ മോഡ്യൂളിൻ്റെ പേര് വന്നിട്ടുണ്ട്. കണക്ട് ചെയ്യുക, പെയർ ചെയ്യുക. ഇത് നമുക്ക് ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. വോളിയം കുറക്കാം. അങ്ങനെ വർക്കായിട്ടാണ്. നമുക്കിനിത് പൂട്ടാം. ഇപ്പോൾ ഏതൊരു ടൈപ്പ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ബ്ലൂടൂത്ത് ഇല്ലെന്നുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ സാധനം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ ബ്ലൂടൂത്ത് കയറ്റി നോർമലായിട്ട് ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റി തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലത്തെ ഉടായ്പ് പരിപാടിയായിട്ട് വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാം ചെയ്യുക. നന്ദി, താങ്ക് യു. ഓക്കെ, ബൈ.